അവിടുന്ന് കിട്ടത് കഴിച്ചു. ഇന്നലെ ഒരു ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ റിലേഷൻ അവരുടെ മാരേജ് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കഴിച്ചതൊക്കെ. ഓനെ അതുണ്ടാക്കാവാ. പൈസ തരാനോ? ഒന്നും തരത്തില്ല. നീ തനക്കടിച്ച് ചാവാൻ പോന്ന്. എന്റെ ചേച്ചി ഞങ്ങൾ ലൈവില് പോകുന്ന അന്നേരം തലയിലടിച്ച് ചാവാൻ പോന്നു. അതെന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന? ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണിച്ചു തരാം. ഞങ്ങളുടെ വീടും സ്ഥലവും പിന്നെ നല്ല പട്ട സ്ഥലവും. ഇതാണ് ജനല്. ഇത് മാറ്റി കർട്ടൻ മാറ്റിയൊന്ന് ഒന്ന് മാറ്റി വാ. നല്ല ക്ഷമ വേണം. ഇല്ല അങ്ങനെ മടുത്ത് അങ്ങനെ മാറത്തൊന്നുമില്ല. ഒരിക്കലും മടുത്ത് പിന്മാറരുത്. നല്ല ക്ഷമ വേണം. ക്ഷമ ഞങ്ങൾക്ക് ഉണ്ട്. അത് ഞങ്ങൾക്ക് ധാരാളം ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ചെന്നാടി ചേച്ചിയുടെ വണ്ടിയാണ്. ഇത് വഴി. കണ്ടില്ല. എന്തുവാണ് ഒന്നും കണ്ടില്ല ഞാൻ. അടുത്ത കടല. അതെ അതെ. ഒരു സൈഡ് കായലും പിന്നെ ഒരു സൈഡ് കടലുവാ ഞങ്ങളുടെ. അതെ അതെ, രണ്ടിന്റെ നടുക്കായിട്ടാ. ഇത് എന്റെ ചേച്ചിയുടെ വീടാ. എന്റെ വീടിന്റെ തൊട്ട് ബാക്കിൽ കടല. വീടും ഏകദേശം കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അടുത്ത കടല് ഞങ്ങൾ ഇങ്ങനെ അടുത്ത് തന്നെ, റോട്ടിൽ തന്നെ വീടൊക്കെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ തോന്നിയ കൊല്ലം അറിയാവോ? കൊല്ലം സ്ഥലമൊക്കെ അറിയാവോ? ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നുമില്ല. അറിയാവോ ചോദിച്ചാ ഏത് അതല്ല ഈ കുപ്പിയുടെ അടപ്പ് എവിടെ? അതുപോലെ വേറൊരു കുപ്പിക്ക് ജീവിതം കൊടുക്കാൻ പോലെയൊക്കെയാണോ? ഈ ഫോണിന്റെ ഉടമസ്ഥ എവിടെ? എന്തുവാ? ഇപ്പൊ വീഡിയോ കാണിച്ചപ്പോ മനസ്സിലായി. കടൽ സൈഡ് ആണ് മനസ്സിലായല്ലേ? അതങ്ങനെ മനസ്സിലായി. അതെനിക്കറിയാം. അതെങ്ങനെ മനസ്സിലായി പറഞ്ഞെങ്കിൽ ഈ സ്ഥലമൊക്കെ അറിയാവോ? അല്ല, മനസ്സിലായെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മടിയേ. ഇപ്പൊ എങ്ങനെ മനസ്സിലായി? ഇടയ്ക്കിടയ്ക്ക് ഭാഗം ഒരാളാണ്. കാര്യമില്ലല്ലേ, ആരും കാണുന്നില്ലല്ലോ.